മോൾക്ക് എന്താ വാരി കൊടുക്കാത്തത്? അയ്യോ, മോൾക്ക് ഞങ്ങൾ ഒരുപാട് വാരി കൊടുത്തതല്ലേ, അല്ലേടാ പ്രതാപ? ആ അതെ അതെ, ഒന്നും കൊടുക്കാത്തത് മോക്കാ. അതൊരു കുറ്റബോധമായിട്ട് മനസ്സിൽ കിടക്കാൻ പാടില്ല. എന്നാലും നിന്നെ ഞാൻ വിഷമിപ്പിക്കുന്നില്ല കേട്ടോ. കഴിച്ചോ. ആ ആ കുറച്ച് കുറച്ച് ഇതാ ഇങ്ങോട്ട് ഒഴിക്കേ. ആ മതി മതി മതി. ആ സാമ്പാറിങ് എടുത്തില്ലായിരുന്നു? അത് തിരികെ ഇവിടെ ഉണ്ട്. ആ ഇവിടെ ഉണ്ടല്ലോ, അത് കഴിച്ചോ. വാ മോളെ, ഇരിക്കുന്നേ, ഇരിക്കേ ഇരിക്കേ. നിന്നോടാരാ പറഞ്ഞ ഇവിടെ ഇരിക്കാൻ? നിന്റെ സ്ഥാനം ഇവിടെ അല്ലല്ലോ. അടുക്കളയിലിരുന്ന് ഭക്ഷണം കഴിക്കണ്ട ഇവിടെ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? അത് പിന്നെ ഇന്ന് മോളുടെ പിറന്നാളാ. പിറന്നാള് അമ്മയും മോളോട് അങ്ങ് ആഘോഷിച്ചാൽ മതി. ഇവൾക്കൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഒന്നിച്ചങ്ങ് പോയിരുന്നോ. പക്ഷെ ഞങ്ങൾക്കൊപ്പം ഇവിടെ വേണ്ട. നിന്നോട് എഴുന്നേറ്റ് പോകാനല്ലേ പറഞ്ഞേ? കറികളെല്ലാം കൂടെ എടുത്ത് നിന്റെ കണ്ണിലോട്ട് ഒഴിച്ചു തരണോ? എഴുന്നേറ്റ് പോകാൻ. അവൾ ഇന്ന് ഇരുന്നോട്ടമ്മേ. ഇന്നോട്ടെ അമ്മേ, അങ്ങനെ ഇപ്പൊ ഇവിടെ ഇവിടെ ഇരിക്കണ്ട. ആഹാരം കഴിക്കുന്ന സമയത്ത് ഇവളെ കാഴ്ച കാണണ്ട. പോകാനല്ലേ നിന്നോട് പറഞ്ഞേ? അമ്മേ, ഒരു പിറന്നാളുകാരി പോടി. പോകാൻ. മോള് കഴിക്കും. എന്താ മോളെ ഒരു സങ്കടം പോലെ? ഒന്നുമില്ല. മോളിപ്പോ കഴിഞ്ഞ കാലമൊക്കെ ഓർത്ത് കാണും. അതൊക്കെ എന്തിനാ മോളെ ഇനി ഓർക്കുന്നേ? പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. ഓർക്കാൻ മാത്രം വിഷമങ്ങളാണല്ലോ നമ്മൾ മോളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയത്. സാരമില്ല മോളെ, ഇനി അതിന് പകരം കുറച്ച് നാൾ കഴിയുമ്പോ മോളുടെ ജീവിതത്തിൽ സങ്കടത്തോടെ ഓർക്കാൻ ഒന്നും ഉണ്ടാവില്ല. അതെ. ആ മോളെ, കണ്ണന്റെ ചികിത്സയൊക്കെ എങ്ങനെ നടക്കുന്നു? കുഴപ്പമില്ല മുത്തശ്ശി, കുറച്ചെങ്കിലും മെച്ചമുണ്ടാവുന്ന തോമസ് വൈദ്യൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. നീ ദൈവത്തെ അമിതമായിട്ട് വിളിക്കുന്ന പെൺകുട്ടിയല്ലേ, അതുകൊണ്ട് നിന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കും മോളെ. വീൽ ചെയറിൽ നടക്കുന്ന കണ്ണനെയല്ല, നിന്റെ കൈ പിടിച്ച് നടക്കുന്ന കണ്ണനെ നമുക്ക് കാണാൻ പറ്റും. അധികം വൈകാതെ. അതെ അതെ, അയാള് ചിലപ്പോ എഴുന്നേറ്റ് നടക്കുമായിരിക്കും, പക്ഷേ അയാളുടെ കൈ പിടിച്ചു നടക്കാൻ നീ ഉണ്ടാവില്ല. ഇന്നേ മോഹിനി മാത്രമല്ല അടുക്കള കയറിയത്, ഇതെല്ലാം ഉണ്ടാക്കിയത് ഞാനാ. അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്നതിന് ടേസ്റ്റ് ഇല്ലായിരുന്നോ? എന്നല്ല അമ്മേ ഞാൻ പറഞ്ഞത്, അമ്മയെക്കാളും മുന്നേ പാചകം ചെയ്ത് തുടങ്ങിയതല്ലേ മുത്തശ്ശി. അപ്പോ അതിന്റെ ഒരു പഴക്കം മുത്തശ്ശിക്ക് ഉണ്ടാവുമല്ലോ. എടി മോനി, മോള് പറഞ്ഞതുപോലെ നീ ഉണ്ടാക്കുന്ന ഭക്ഷണം മോശമാണെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ തറവാട്ടിലേക്ക് പോകുന്നത് നീ കണ്ടിട്ടുള്ളതല്ലേ, പ്രത്യേകിച്ചും രാത്രിത്തെ ആഹാരം കഴിക്കാൻ. അത് അമ്മയുടെ കൈപ്പുണ്യം അറിയാവുന്നുണ്ടാ. അല്ലെങ്കിലും മുത്തശ്ശിയുടെ കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാ. അതെ അതെ. അല്ല, അതൊക്കെ അവിടെ കേട്ടെ. കണ്ണനും മോക്കും കുട്ടികളെ ദത്തെടുക്കാനുള്ള വല്ല പ്ലാനും ഉണ്ടോ? ഇതുവരെ അങ്ങനെയൊന്നുമില്ല. പരസ്പരം സ്നേഹിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ആ കുറച്ച് കഴിയുമ്പോ കുഞ്ഞുങ്ങളൊക്കെ വേണോന്ന് നിങ്ങക്ക് തോന്നും. ആ സമയത്ത് ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നൊക്കെ നല്ലതാ. അതിനുള്ള ഭാഗ്യം നിനക്ക് ഉണ്ടാവാനൊന്നും പോകുന്നില്ലടി.
ബിന്ദുവേട്ടന്റെ വീട്ടിലാ ഇപ്പൊ കണ്ണേട്ടൻ. ആണോ? ഉം, പാവം ഇപ്പൊ ആഹാരം കഴിച്ചാണോ എന്തോ. ഓ, അതെന്താ? ലക്ഷ്മി ചേച്ചി ഇല്ലാതെ ഇപ്പൊ കണ്ണേട്ടന് പറ്റില്ല മുത്തശ്ശി. ആഹാരം കഴിക്കുമ്പോഴും ലക്ഷ്മി ചേച്ചിയെ കണ്ടോണ്ടിരിക്കണം. ഉം. നാളെ മുതല് ആ കാഴ്ച അസ്തമിക്കൂടാ. ഇനി ഒരിക്കലും നീ ലക്ഷ്മിയെ കാണാൻ പോകുന്നില്ല.